വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഓറിയൻ്റലിസം, സ്ലേവറി ആൻഡ് ദ ട്രാൻസ്അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്, ഒലാത്ത, എക്വാനോ ആൻഡ് ദ സ്ലേവ് നറേറ്റീവ്. ഈ ഒരു ടോപ്പിക്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റൊമാൻറ്റിക് ഓറിയൻ്റലിസം എന്നുള്ളത് എ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് ഫിനോമിന റെഫർ ചെയ്യുന്നുള്ളത് ടു ദ ഇൻകോപ്പറേഷൻ ഓഫ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ എലമെൻറ്റ്സ് ഇൻ ടു ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. പലപ്പോഴും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് എക്സോട്ടിക് സെറ്റിങ്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എ യൂറോപ്യൻ വേൾഡ് വ്യൂ ഓഫ് കൊളോണിയൽ എക്സ്പ്ലോറേഷൻ ആൻഡ് ഫാസ്കിനേഷൻ വിത്ത് ദ ഓറിയൻറ്റ്. റൊമാൻറ്റിക് ഓറിയൻ്റലിസം എന്നുള്ളത് ഒരു കൾച്ചറൽ ഫിനോമിനയാണ്. എൻകംപാസസ് ദ വേ ദ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ഇറ എൻഗേജ്ഡ് വിത്ത് ആൻഡ് റിപ്രസെൻറ്റഡ് ദ ഈസ്റ്റ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്. കീ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സോട്ടിസിസം. ഓറിയൻ്റ് എന്നുള്ളത് പലപ്പോഴും പോർട്രേറ്റ് ചെയ്യുന്നുള്ളത് ആസ് എ പ്ലേസ് ഓഫ് മിസ്റ്ററി, വണ്ടർ ആൻഡ് ഡിഫറൻസ്, കോൺട്രാസ്റ്റിംഗ് വിത്ത് ദ പെർസീവ്ഡ് ordinariness of Europe. Colonial context. This fascination occurred with the context of European colonialism and imperial expansion, where the East was seen as a territory. East is seen as a territory for exploration and exploitation. ലിറ്റററി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറേബ്യൻ നൈറ്റ്സ്. പോപ്പുലാരിറ്റി ഓഫ് ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഓഫ് അറേബ്യൻ നൈറ്റ്സ് എന്നുള്ളത് റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് ടു ക്രിയേറ്റ് ന്യൂ ഷോണേഴ്സ് ലൈക്ക് ദ ഓറിയൻ്റൽ ടൈൽ പോലെയുള്ള ന്യൂ ഷോണേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അറേബ്യൻ നൈറ്റ്സ് എന്ന ആ ഒരു വർക്ക് റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദ റൊമാൻറ്റിക് പീരിയഡ് സ്ലേവറിയും അതുപോലെ തന്നെ ട്രാൻസ്അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നുള്ളത് പ്രോമിനൻ്റ് ആണ്, ഫ്യൂവലിംഗ് ബോത്ത് അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ആർട്ടിസ്റ്റിക് റിപ്രസെൻറ്റേഷൻസ്. ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് തീംസ് ഓഫ് ഒപ്രഷൻ ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ. Olaudah Equiano, the interesting narrative of the life of Olaudah Equiano is a landmark slave narrative. A powerful first-person account of his enslavement and journey to freedom that became a crucial tool in the abolitionist movement and influenced the development of the slave narrative genre. Olaudah Equianoയുടെ ദ ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ് ഓഫ് ദ ലൈഫ് ഓഫ് Olaudah Equiano എന്നുള്ളത് ലാൻഡ്മാർക്ക് സ്ലേവ് നറേറ്റീവാണ് ഈ ഒരു വർക്ക് എന്നുള്ളത്. Key aspects of Equiano's narrative and its impact. First person account. Equiano's narrative എന്നുള്ളത് പവർഫുൾ എക്സാമ്പിൾ ഓഫ് എ സ്ലേവ് നറേറ്റീവ്. ഈ ഒരു ഷോണർ എന്നുള്ളത് ദാറ്റ് എമേർജ്ഡ് ആസ് എ വേ ഫോർ ഫോമർലി എൻസ്ലേവ്ഡ് പീപ്പിൾ ടു ഷെയർ ദർ എക്സ്പീരിയൻസ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ അബോളിഷൻ. ഈ ഒരു വർക്ക് എന്നുള്ളത് എന്താണ്, എൻസ്ലേവ്ഡ് പീപ്പിളിന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഫോമാണ്. അതുപോലെ തന്നെ അബോളിഷന് വേണ്ടിയിട്ട് വാദിക്കാനുള്ള ഒരു വർക്കാണിത്. അബോളിഷനിസ്റ്റ് ടൂൾ എക്വനസ് ബുക്ക് വിച്ച് വെൻറ്റ് ത്രൂ മൾട്ടിപ്പിൾ എഡിഷൻസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ടു ഹ്യൂമനൈസ് ദ എക്സ്പീരിയൻസ് ഓഫ് സ്ലേവറി ആൻഡ് എക്സ്പോസ് ദ ബ്രൂച്യാലിറ്റി ദ ട്രാൻസ്അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് ടു ദ ഗ്രോയിങ് അബോളിഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ബ്രിട്ടൻ ആൻഡ് ബിയോണ്ട്. എക്വാനോസ് നറേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ബിക്കം എ മോഡൽ ഫോർ അതർ സ്ലേവ് നറേറ്റീവ്സ്. മറ്റുള്ള സ്ലേവ് നറേറ്റീവ്സിന് ഒരു മോഡലായിട്ട് മാറുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് മെനി ഓഫ് ദ കൺവെൻഷൻസ് ദാറ്റ് വുഡ് ബിക്കം കോമൺ ഇൻ ദ ഷോണർ സച്ച് ആസ് ദ ഫോക്കസ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ യൂസ് ഓഫ് വിവിഡ് ലാംഗ്വേജ് ആൻഡ് ദ കോൾ ഫോർ അബോളിഷൻ. എക്വാനോസ് ജേർണി എന്നുള്ളത് എക്വാനോസ് നറേറ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഹിസ് കിഡ്നാപ്പിംഗ് ഫ്രം ഹിസ് ഹോം ഇൻ വാട്ട് ഈസ് നൗ നൈജീരിയ, ഹിസ് എൻസ്ലേവ്മെൻറ്റ്, ഹിസ് ടൈം ഓൺ the Middle Passage and his eventual journey to freedom and his life in England. Beyond slavery, Equiano's narrative എന്നുള്ളത് also include details about his life in Africa. അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലുള്ള ജീവിതത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഇതിൽ ഈ ഒരു നറേറ്റീവിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആസ് എ ഫ്രീ മാൻ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇൻക്ലൂഡാണ്. ആൻഡ് ഹിസ് കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി, അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള ആ ഒരു കൺവേർഷൻ എന്താണ് ഈ ഒരു നറേറ്റീവിൽ ഇൻക്ലൂഡഡ് ആണ്, വിച്ച് ആഡ്സ് ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി ടു ഹിസ് സ്റ്റോറി. ഇക്വാനോസ് റൈറ്റിംഗ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു വിവിഡ് ഇമാജറി, ഇമോഷണൽ പവർ, ലിറ്റററി സ്കില്ലെല്ലാം കാരണമായിട്ട് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇക്വാനോസ് റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു മേക്ക് ഹിസ് നറേറ്റീവ് എ കമ്പലിംഗ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്തായി മാറുന്നുണ്ട്, ഇൻഫ്ലുവൻഷ്യൽ വർക്കായിട്ട് മാറുന്നുണ്ട്. ഇക്വാനോസ് നറേറ്റീവ് വാസ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് എ ടൈം ഓഫ് ഗ്രോയിങ് ആൻറ്റി സ്ലേവറി സെൻറ്റിമെൻറ്റ് ഇൻ ബ്രിട്ടനിലുള്ള
ആൻറ്റി സ്ലേവറി സെൻറ്റിമെൻറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇക്വനസ് നറേറ്റീവ് പബ്ലിഷ് ചെയ്ത ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി സ്ലേവറി സെൻറ്റിമെൻറ്റ് എന്നുള്ളത് ബ്രിട്ടനിലും യൂറോപ്പിലൊക്കെ ഗ്രോ ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇക്വനസ് നറേറ്റീവ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയനും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് പൊളിറ്റിക്കൽ ആക്ഷൻ, ഈ ഒരു കാര്യങ്ങൾ ഷേപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തിരുന്നു, ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ തന്നെയായിരുന്നു ഈ ഒരു നറേറ്റീവിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റൊമാൻറ്റിക് പീരീഡിലെ മറ്റുള്ള ടോപ്പിക്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും.